ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പ്രത്യേകമായും നോമ്പിൻ്റെ വലിയ പുണ്യപ്പെട്ട ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവം വലിയ ദൈവാനുഗ്രഹം നിറച്ച് നമുക്ക് തരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിൽ യഥാർത്ഥ ഉപവാസത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായം തന്നെ. എങ്ങനെയാണ് നമ്മൾ ഉപവസിക്കേണ്ടത്, ഉപവസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് വചനം പറയുന്ന ഒരു വലിയ അധ്യായമാണ്. ഒരുപക്ഷെ നമുക്ക് സമയമുണ്ടെങ്കിൽ ആ വചനഭാഗങ്ങളൊക്കെ വായിക്കുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. അവിടെ വായിക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും പോകാതെ ഈ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ദൈവാനുഗ്രഹം, അവിടെ വചനം പറയുന്നത് കൃത്യമായ വചനമല്ല, എന്നാൽ പോലും അതിൻ്റെ ആശയം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെയാകും എന്നൊരു വചനഭാഗമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണം കർത്താവ് ഏറ്റെടുക്കും. ഇതാ ഞാനെന്ന് നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ ഞാനെന്ന് ദൈവം ഉത്തരം മരുളും. നിൻ്റെ ജീവിതത്തിന് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് ഇങ്ങനെ അക്കമിട്ട് കിട്ടുന്ന അനേകം വചനഭാഗങ്ങൾ ആ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉപവാസം നോക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, പരിത്യാഗ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ ദൈവാനുഗ്രഹം. നമുക്കറിയാം, ഈ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഉപവാസം, പ്രാർത്ഥന, നോമ്പ് എന്നൊക്കെ പറയുന്നത് അതിലൂടെ അതൊരു ചെറിയ അനുഷ്ഠാനക്രമം മാത്രമായി പലപ്പോഴും കരുതാറുണ്ട്. നമുക്ക് കുറേ പേരൊക്കെ അതൊക്കെ നോക്കാറുണ്ട്. ചിലർ കരുതാറുണ്ട് ഇതൊക്കെ നോക്കുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുമുണ്ട്. നമുക്കറിയാം, വചനം വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇത് നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും തരുന്ന ഒരു കാര്യമാണ് നോമ്പും ഉപവാസവും എന്ന് മനസ്സിലാവും. നമുക്കറിയാം, ഇതിനകത്ത് കൃത്യമായി വചനം പറയുന്നത് എല്ലാ അന്ധകാര ശക്തികളെയും ഇല്ലാതാക്കുന്നതാണ്. നിൻ്റെ മുൻപിലും പിൻപിലും എല്ലാം ദൈവം സംരക്ഷകനായി നിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ വചനഭാഗം, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ ഞാനെന്ന് ദൈവം മറുപടി നൽകുമെന്നാണ്. അപ്പോൾ അതിനപ്പുറം ഒരു ദൈവാനുഗ്രഹം എന്താണ്? ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന അത്രയും തരത്തിലുള്ളൊരു ബന്ധത്തിലേക്ക് എൻ്റെ ഉപവാസം മുന്നോട്ട് പോകുമെങ്കിൽ അതിനെക്കാട്ടി വലിയൊരു പ്രാർത്ഥന എന്താണ്? അതിൻ്റെ മഹത്വം നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ ഉപവാസവും പ്രാർത്ഥനയും വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ്. പ്രത്യേകിച്ച് ആ വചനഭാഗത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് പരിത്യാഗ പ്രവൃത്തികൾ, രോഗികളെ ശുശ്രൂഷിക്കുക, നമ്മളെ സഹോദരങ്ങളെ സ്നേഹിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഉപവാസത്തെക്കുറിച്ച് എങ്ങനെ ഉപവസിക്കരുത് എന്നുകൂടി ആ വചനഭാഗങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വചനഭാഗങ്ങൾ നിങ്ങൾ വായിക്കാനും നമ്മൾ ധ്യാനിക്കാനും പ്രത്യേകം ഈ നോമ്പുകാലത്ത് ഞാൻ ഒന്ന് ആഹ്വാനം ചെയ്യുവാണ്. അത് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ മുന്നോട്ട് നയിക്കാൻ കാരണമാകും. അതോടൊപ്പം തന്നെ ഈ നോമ്പുകാലത്ത് ഈ ഉപവാസം കൃത്യമായി, നമുക്കറിയാം, ആഹാരത്തിൽ നോമ്പ് നോക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ഈ സഭ നമ്മൾ പറയുന്ന ആ ഒരു ക്രമം മാത്രമല്ല, നമുക്കറിയാം നമ്മുടെയൊക്കെ താല്പര്യങ്ങളാണ് പലപ്പോഴും മാറുന്നത്. പണ്ട് കാലത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ നോമ്പ് നോക്കുമ്പോൾ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇന്നത്തേക്ക് മാറുമ്പോൾ ആഹാരത്തെക്കാട്ടിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ മൊബൈലിൻ്റെ ഉപയോഗമായിക്കോട്ടെ, നമ്മുടെ മറ്റ് കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ പ്രാധാന്യങ്ങളൊക്കെ മാറി. നമ്മൾ ഒരുപക്ഷെ ആഹാരമില്ലെങ്കിലും നമുക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇങ്ങനെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന തരത്തിലല്ല, നമ്മളുടെ താല്പര്യത്തിൽ നമ്മളെ പാപത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന ഏത് സാഹചര്യമാണ് അത് ഇതുപോലെ സോഷ്യൽ മീഡിയകളും മറ്റു കാര്യങ്ങളുമാണെങ്കിൽ അത് ഉപേക്ഷിക്കാനും, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ, ഇതിലൊക്കെ നമ്മൾ പാപം വരുമെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കാനും, എങ്ങനെ പാപത്തിലേക്ക് പോകാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കുന്ന തരത്തിലുള്ള ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് കാലത്തിൽ ദൈവാനുഗ്രഹപ്രദമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും ഈ നോമ്പിൻ്റെ ദൈവാനുഗ്രഹത്താൽ മുന്നോട്ടുള്ള ജീവിതത്തിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ മുന്നോട്ട് ജീവിക്കാനും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു.